രോഹിതേട്ടാ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടം യുഗം അവസാനിക്കുന്നു. ഷാഫി പറമ്പിലിന്റെ കൈപിടിച്ച് മറ്റ് പുതു നേതാക്കൾ പല ജില്ലകളിലുമായി MLA-മാരാകുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയം വന്നപ്പോൾ ഇപ്പം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുമെന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ ഷാഫി പറമ്പിൽ പുതിയ ടീം ഉണ്ടാക്കുകയാണോ? കെവിനെ, ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യുഗം എന്നൊരു യുഗം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഷാഫി പറമ്പിൽ യുഗം എന്നൊരു യുഗം ഉണ്ടായിരുന്നു. കിങ് മേക്കർ ആയിരുന്നു ഷാഫി പറമ്പിൽ. ഞാൻ ഇനി അതിനകത്ത് ഞാനൊരു സംഭവം കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടു. ഷാഫി മമ്മയെ ഷാഫി എന്ന് പറഞ്ഞൊരു അമ്മ കൈ പിടിച്ചോണ്ട് ഓടുന്ന ഒരു റീല് കണ്ടു. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലോ ഇടതുപക്ഷത്തോ BJP രാഷ്ട്രീയത്തിലോ ഇത്രയും സ്വീകാര്യതയുള്ള മറ്റൊരു ചെറുപ്പക്കാരനുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളിലും പല നിലപാടുകളിലും അതിപ്പോ ഏത് ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതിൽ ഒരു ഏത് മനുഷ്യനാണ് 100% പെർഫെക്റ്റ്? അതെ. ജനങ്ങളെ കയ്യിലെടുക്കാൻ, ജനങ്ങൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ, എനിക്കറിയില്ല ചെയ്തു കൊടുത്തിട്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇനി എത്ര സ്നേഹത്തിൽ പെരുമാറി എന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കാതെ ഒരു ജനപ്രതിനിധി ജനങ്ങൾ നെഞ്ചേറ്റ് നടക്കില്ല. അപ്പോ ഒരു ഷാഫി പറമ്പിൽ യുഗമുണ്ട്. അതായത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എപ്പോഴും അഹങ്കാരത്തോടെ പറയുന്ന ഒന്നാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അടുത്ത 2 തലമുറകളെ പറ്റി. അതായത് VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇപ്പൊ അങ്ങനെ ഒരു ടീം നിലനിൽക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല പറയണമെന്നായിരുന്നു ആഗ്രഹം. ഉമ്മൻചാണ്ടി ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, അങ്ങനെ ഒരു വലിയ യുഗം, ഒരു വലിയ മഹാരഥന്മാരുടെ രാഷ്ട്രീയത്തിലെ ആളുകൾ ഒരിടത്ത് നിൽക്കുന്നു. അതിന് തൊട്ട് താഴെ ഈ പറയപ്പെടുന്ന ഷാഫി പറമ്പിലിന്റെ നേതാവായി കണ്ടാൽ, അല്ലെങ്കിൽ PC വിശ്വനാഥിന്റെ നേതാവായി കണ്ടാൽ അത്തരത്തിലുള്ള ആളുകളുടെ മറ്റൊരു യുഗം നിൽക്കുന്നു. അതിന് താഴെ KM അഭിജിത്തിനെ പോലെ KSUവിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ടുള്ള ചെറുപ്പക്കാരായ, കൗമാരക്കാരായ, യുവാക്കളായ ആളുകളുടെ മറ്റൊരു നിര. 3 തട്ടും സുസജ്ജമായി നിൽക്കുകയാണ്. ജനപ്രീതിയുള്ള നേതാക്കന്മാർ കോൺഗ്രസിനുള്ളിൽ ഉണ്ട്, അതിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ തന്നെ ഷാഫി പറമ്പിൽ ടീമിൽ ഷാഫി പറമ്പിലിന്റെ പിന്തലമുറക്കാരനായി കടന്നു വന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അടൂരുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടൻ മണ്ണിൽ അവതരിപ്പിച്ച് കൃത്യമായ വിജയത്തിലേക്ക് എത്തിക്കാൻ ഷാഫി പറമ്പിൽ വലിയ രീതിയിലുള്ള കരുക്കൾ നീക്കിയിട്ടുണ്ട്. അതിൽ വിജയിയാണ് ഷാഫി പറമ്പിൽ. രാഹുലിന് പരാജയം സംഭവിച്ചിരുന്നെങ്കിൽ ഷാഫി പറമ്പിൽ പരാജയപ്പെട്ട ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇനി ഒരു നേതാവിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, ആശയങ്ങൾ എങ്ങനെ സമൂഹത്തോട് സംവദിക്കുന്നു, എങ്ങനെ ഒരു വലിയ ക്രൗഡിനെ ഉണ്ടാക്കാൻ സാധിക്കുന്നു, അദ്ദേഹത്തിന്റെ ചർച്ചകൾക്ക് എങ്ങനെ പ്രേക്ഷകരെ ഉണ്ടാക്കാൻ സാധിക്കുന്നു, എങ്ങനെ നിലപാടെടുക്കാൻ സാധിക്കുന്നു, ഈ കാര്യത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ 100% വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിച്ചതും ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചതും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇയാൾ എങ്ങനെ പെരുമാറുന്നു എന്ന് ബെഡ്റൂമിൽ ഒളിക്യാമറ വെച്ചൊരു നേതാവിനും നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിക്കൊണ്ടുവന്നതിൽ ഷാഫി പറമ്പിലിനെ എങ്ങനെയാണ് കുറ്റം പറയുക? വ്യക്തിപരമായ അയാളുടെ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രമുഖ ചാനലിലെ ചർച്ച കാണുകയാണ്. ഷാഫി പറമ്പിലിന്റെ നിലപാടിനെ പറ്റിയാണ്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്ത് ചെയ്തിട്ടില്ല? അനുകൂലിച്ചിട്ടുമില്ല. നോക്കൂ, ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. പെൺകുട്ടിയെ, ഈ പരാതിക്കാരിയായ പെൺകുട്ടിയെ അതിജീവിത എന്ന് വിളിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുന്നതാണ് ബലാത്സംഗ വീരൻ, പീഡക വീരൻ എന്നാണ് വിളിക്കുന്നത്. കേസ് നിയമപരമായി കോടതിയിൽ ഇരിക്കുന്ന കേസാണ്. ഇപ്പോൾ അയാൾ വെറും കുറ്റാരോപിതൻ മാത്രമാണ്. കോടതി അയാളെ ശിക്ഷിക്കുമ്പോഴാണ് അയാൾ തെറ്റുകാരനാകുന്നത്. പുറത്തു വന്ന ചാറ്റുകളുടെയും പുറത്തു വന്ന വോയിസ് ക്ലിപ്പുകളുടെയും നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും പാലക്കാടൻ ജനതയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സഹോദരനാണ്, അച്ഛനാണ്, ജ്യേഷ്ഠനാണ് എന്നൊക്കെ പറയുമ്പോൾ രാഹുലിന് ബാക്കിയുള്ളവരോട് എങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നു. അവിടെ ഒരു സംശയം നിലനിൽക്കും. ഒരു സംശയം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. നേരത്തെ ചേട്ടൻ പറഞ്ഞത് ക്രൗഡ് പുള്ളറാണ്, കോൺഗ്രസിനകത്തെ വലിയ ഒരു ബാർഗെയിനിങ് പവർ ആയിരുന്നു ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. പക്ഷെ ഇത്തരത്തിൽ ആയിരുന്നതല്ല, ഇപ്പോഴുമാണ്. അതിലേക്കാണ് വരുന്നത്, ആ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഇത്തരത്തിൽ ഒരാളെ കൊണ്ടുവന്ന് കോൺഗ്രസിനെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ചപ്പോൾ ഈ ഷാഫി പറമ്പിലിന്റെ ബാർഗൈനിങ് കപ്പാസിറ്റി അവിടെ കുറയും. ഞാനൊരു സംശയം ചോദിക്കട്ടെ കെവിനെ. ഒരാളെ ഇപ്പൊ നമ്മുടെ ചാനൽ തന്നെ എടുക്കും. ഞാനൊരാളെ ഇപ്പൊ ഹർഷ എന്ന് പറയുന്ന നമ്മുടെ സബ് എഡിറ്റർ, ഞാൻ വിചാരിക്കുകയാണ് ഈ കുട്ടി അങ്ങ് പ്രൊമോട്ട് ചെയ്തിരുന്നു. കാരണം അയാളുടെ ടാലന്റ് കണ്ടില്ല, അയാളുടെ വ്യക്തിജീവിതം എങ്ങനെയാണെന്ന് ഒരുപക്ഷെ നമ്മൾ തിരക്കുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം, കെവിൻ ഇപ്പൊ പെൺകുട്ടികളെ വെച്ച് ഉദാഹരണം പറയാം. അപ്പൊ കെവിനെ നമ്മൾ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നു, കൂടുതൽ പരിപാടികൾക്ക് കെവിന്റെ മുഖമാകുന്നു, കെവിനെ ബ്രാൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു, കെവിനെ കൈപിടിച്ചുയർത്തുകയാണ്. പക്ഷെ കെവിൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കടുക്കാ വെള്ളം കുടിക്കേണ്ട പണിയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇതേപോലെ പണി എനിക്ക് തന്നിട്ട് എനിക്ക് കിടന്നിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഷാഫി പറമ്പിൽ കൂടെ കൊണ്ടുനടക്കുന്ന പിള്ളേർക്കെല്ലാം രാവിലെ കടുക്കാ വെള്ളം തിളപ്പിച്ച് കൊടുത്തിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പൊ അതിനകത്തൊന്നും ബാർഗൈനിങ് പവർ. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പോയത് എങ്ങനെയാ? ഈ കേസ് വന്നോടാ. പിന്നീട് വന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ VD സതീശന്റെ നോമിനി അല്ല, രമേശ് ചെന്നിത്തലയുടെ നോമിനി അല്ല,
അത് കൃത്യമായി ഷാഫി വേണുഗോപാലിന്റെ നോമിനിയാണോ? കെ സി വേണുഗോപാലിന്റെ ആണോ എന്ന് ചോദിച്ചാൽ കെ സി വേണുഗോപാലിന്റെ സഹായമില്ലാതെ അങ്ങനെ ഒരാളാവില്ല, ഇന്നിന്റെ കാലത്ത് ആവില്ല. അപ്പൊ അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കെ സി വേണുഗോപാലാണ് കോൺഗ്രസിലെ കിങ് മേക്കർ. കാരണം അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റ് അതാണ്. അദ്ദേഹം എല്ലാവരും പറയും അയാൾ കെ സി വേണുഗോപാലിന്റെ നോമിനിയാണ്, KPCC പ്രസിഡന്റിനെ വെച്ചത് കെ സി വേണുഗോപാലാണ്. ആടോ, ആ പേപ്പർ ഒപ്പിട്ടേക്കുന്നത് കെ സി വേണുഗോപാലാണ്. അദ്ദേഹമാണ് ദേശീയ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി. അതിൽ അസൂയപ്പെട്ടിട്ടും കുശുമ്പ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. ഷാഫി പറമ്പിൽ രാഹുലിനെ പാലക്കാടേക്ക് കൊടുക്കും. എന്തായാലും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വടകര വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോയാൽ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ഒക്കെ സീറ്റുകളിലേക്കായിരിക്കും ഒരു പക്ഷേ പരിഗണിക്കപ്പെടുക. കോഴിക്കോട് ജില്ല മൊത്തം പിടിക്കാനുള്ള സ്ട്രാറ്റജി ഷാഫിയുടെ ഉണ്ട്. അപ്പൊ പാലക്കാട് പിന്നെ ആര്? അതൊരു വലിയ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ നിമിഷം KPCC പ്രസിഡന്റ് ആയിരിക്കത്തില്ല, ഒരു പക്ഷേ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഒപ്പോടുകൂടിയ ലെറ്റർ അടിച്ചു വെച്ചിരിക്കുക, ഒപ്പിട്ടാ മതി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും. പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചു കാലത്തേക്ക് ഉണ്ടാവില്ല. അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹം തിരിച്ചു വരേണ്ടി വരും. അങ്ങനെ വന്ന നേതാക്കന്മാരാണ് ഇപ്പോഴും ഇരുന്ന് രാഹുലിനെതിരെ പറയുന്നതൊന്നും കൂടിയുണ്ട്. സംശയം എന്താ? അപ്പൊ അദ്ദേഹം MP എന്നതിൽ അദ്ദേഹത്തിന് പ്രതികരണം നടത്താം, പക്ഷെ കഴിഞ്ഞ കാലങ്ങളൊന്ന് മറന്നു പോകരുത് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ അദ്ദേഹം പറയും രാഹുലിന്റെ സൈബർ വെട്ടുകൂടി അല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ 100% ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന കുറച്ച് നിലപാടുകൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോ പാലക്കാട് പിന്നെ ആര്? പാലക്കാടൻ രാഷ്ട്രീയത്തിൽ ഷാഫി പറമ്പിൽ കൈപിടിച്ച മറ്റൊരാളുണ്ട്. ഷാഫി ടീമിലെ മൂന്നാമൻ സതീഷ് ബ്രിഗേഡിൽ അവസാനമായി ചേർന്ന ഒരാളാണോ? സതീഷ് ബ്രിഗേഡ് ഉണ്ടോ? ഇപ്പോ സതീഷ് ബ്രിഗേഡിന്റെ ഭാഗമായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം. ഇപ്പോ ഇല്ല. അപ്പോ ഇപ്പൊ ഷാഫി ബ്രിഗേഡ് ആയിരിക്കും. ഷാഫി ബ്രിഗേഡ് ഒന്നുമല്ല, നല്ല കോൺഗ്രസ്സുമാർ, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന, നല്ല പെരുമാറ്റമുള്ള, ജനങ്ങളെ കൂട്ടാൻ കഴിയുന്ന നല്ല നേതാക്കന്മാരെ വേണമെങ്കിൽ ഷാഫി ബ്രിഗേഡ് എന്ന് വിളിച്ചോ, ഒരു കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഷാഫി പറമ്പിലിന് ഇനി വ്യക്തിപരമായി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, വ്യക്തിപരമായല്ല, നമ്മളോട് എന്തെങ്കിലും വ്യക്തിപരമായി പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഷാഫി ഒരു നല്ല നേതാവായി കാണുന്ന ഒരാളാണ്. ഷാഫിയുടെ പെരുമാറ്റം, ഷാഫി എടുത്ത് നമ്മൾ പോയാൽ ഷാഫി ഒരു ഇന്റർവ്യൂ ഒന്നും ആർക്കും കൊടുക്കൂല. കമന്റ് വരും, മാങ്കൂട്ടത്തെ വെട്ടിയതിനു ശേഷം ഇപ്പൊ ഷാഫിയുടെ പൈസ വാങ്ങിക്കാൻ തുടങ്ങിയെന്ന്. നോക്കൂ കെബിനെ, എനിക്കറിയത്തില്ല, എനിക്കൊരു രാഷ്ട്രീയക്കാരനും 10 പൈസ. തീർച്ചയായിട്ടും നമ്മുടെ അറിവിലില്ല. ഇങ്ങനെയുള്ള കേസുകൾക്ക് 10 പൈസയും വേണ്ട. ഞാനൊരു ജോലി ചെയ്താൽ അതിന്റെ ശമ്പളം ഞാൻ എവിടെയെങ്കിലും ആണെങ്കിൽ, അല്ലാതെ ഒരു PR പ്രൊമോഷൻ അടിച്ചിട്ട്, അതായത് ഇത്തരം കാര്യങ്ങളിൽ പ്രൊമോഷൻ അടിച്ചിട്ടുള്ള പൈസ ഒന്നും വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുള്ളത് പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാഹുലിനെ ഞാൻ ഒരു ദിവസം വിളിച്ചു. രാഹുൽ ഇതുപോലെ നമുക്കൊരു ഇന്റർവ്യൂ ഇരിക്കാൻ പറ്റുമോ? രാഹുൽ വെച്ച് പറഞ്ഞു അത് തൽക്കാലം നമ്മൾ ഇന്റർവ്യൂകളൊന്നും കൊടുക്കുന്നില്ല. ശരി, ആയിക്കോട്ടെ, സന്തോഷം. അതിനുശേഷവും രാഹുലിനെ ഞാൻ കണ്ടു. പുതുപ്പള്ളി ഉമ്മൻചാണ്ടി സാറിന്റെ 1ാം ജന്മവാർഷികത്തിന്റെ തലേന്ന് രാഹുൽ നടന്നു വരുന്നു, ഞാൻ നടന്നു വരുന്നു. രാഹുൽ എന്റെ മുഖത്തോട്ട് നോക്കിയില്ല, ഞാൻ രാഹുലിന്റെ മുഖത്തോട്ട് നോക്കിയില്ല. പക്ഷെ ഒരുപാട് നല്ലവരായ PC വിശ്വനാഥും ലിച്ചേട്ടനും യാബിൻ വർക്കിയും അടക്കമുള്ള ചാണ്ടി ഉമ്മൻ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ നമ്മളെ കണ്ടപ്പോൾ കൈ തന്നു, വീഡിയോകൾ കാണാറുണ്ടെന്ന് പറഞ്ഞു. സന്തോഷം. അതിലും സന്തോഷം, മിണ്ടിയതിലും സന്തോഷം, മിണ്ടാത്തതിലും സന്തോഷം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥി ആയപ്പോൾ അതിലും നല്ല സ്ഥാനാർത്ഥി സരിനാണെന്ന് പറഞ്ഞാളാ ഞാൻ. സരിനുമായി നല്ല അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളുമാണ്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന പല കണ്ടന്റുകളിലും സരിന് എതിർപ്പുണ്ടാവും. സരിന്റെ എതിർപ്പ് നോക്കി നമുക്ക് വീഡിയോ, അദ്ദേഹത്തിന് അങ്ങനെ എടുക്കുന്ന ഒരാളാണ്. സരിൻ പലതവണ ഈ ഫ്ലോറിൽ വന്നു പോയിട്ടുള്ള ഒരാളാണ്. സരിന്റെ വീട്ടിൽ നമ്മൾ പോയിട്ടുള്ളവരാണ്. പക്ഷെ രാഷ്ട്രീയം പറയുമ്പോൾ സരിൻ CPM സ്ഥാനാർത്ഥി ആയപ്പോൾ ഞാൻ സരിന് അയച്ചൊരു മെസ്സേജ് ഇപ്പോഴും എന്റെ വാട്സപ്പിലുണ്ട്. നിങ്ങൾ ജയിക്കണം എന്നാണ് ആഗ്രഹം, പക്ഷെ പ്രസ്ഥാനം തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനായ അയച്ചതാണ്, മാധ്യമപ്രവർത്തനം അയച്ചത്. പക്ഷെ നിങ്ങളായിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കും. ഞാനത് അയച്ചതാണ്, അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സരിൻ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ, ഉപതെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഉമ്മൻചാണ്ടിയേക്കാൾ മികച്ച നേതാവ് പിണറായി വിജയനാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി. സരിനായിരുന്നു ശരി എന്ന എന്റെ നിലപാടിൽ നിന്ന് മാറി ഒരാളാണ്. വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന പാലക്കാടൻ രാഷ്ട്രീയത്തിലെ മൂന്നാമൻ, കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നത് സന്ദീപ് വാര്യർ. ഒരു ഗുണമുണ്ട് കെവിനെ, സന്ദീപ് വാര്യർ ഇപ്പോ ഒരുപാട് ജില്ലകളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. സന്ദീപ് വാര്യർ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ ക്രൗഡുണ്ട്. താഴെത്തിട്ടുള്ള ജനങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ VT ബൽറാമുമായിട്ട് സംസാരിച്ചത്, ഒരുപാട് പേർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രാസംഗികരാണ്. ജനങ്ങളെ ഇളക്കി മറിക്കാൻ കഴിയുന്ന പ്രസംഗം നടത്തുന്ന വ്യക്തിയാണ്. അതേപോലെ സമരങ്ങളുടെ മുൻനിരയിൽ നോക്കും. ഇപ്പം ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരട്ടെ. രാഹുലിന് ശേഷം സന്ദീപ് ആയിരിക്കാം പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ള മാധ്യമങ്ങളും സൈബർ വെട്ടുക്കുളിക്കൂട്ടങ്ങളും ഇപ്പോൾ സന്ദീപിന് നേരെ തിരിഞ്ഞിരിക്കുക. സംശയമുണ്ടോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പത്മജ വേണുഗോപാൽ ഇട്ട പോസ്റ്റ് എന്താ? BJP അങ്ങോട്ട് ഒരു മിഷൻ അയച്ചതാണ്. ആ മിഷൻ ഡബിൾ ഏജന്റ് ആണെന്ന്. BJPക്ക് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനുള്ള ചേതോവികാരം നമുക്ക് മനസ്സിലാവും. CPM എന്താണ് ആ ചേതോവികാരം? അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമുണ്ട്. കഴിഞ്ഞ തവണ
കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലല്ല അതിനു മുമ്പ് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ട പാലക്കാടൻ സീറ്റ് BJPക്ക് കൊടുത്തേക്കാം എന്ന് CPM-മായി ഒരു ധാരണയുണ്ടോ എന്ന ചോദ്യം അവിടെയാണ് പ്രസക്തമാകുന്നത്. നോക്കൂ, അല്ലെങ്കിൽ പിന്നെ സന്ദീപ് വാര്യർ എന്താ ഈ കേസിൽ ചെയ്തത്? സന്ദീപ് വാര്യർ BJP-കാരനായിരുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ പയ്യന്റെ ഒരു കല്യാണ ഫോട്ടോ ഇടുന്നു. പിന്നീട് ഇത് വിവാദമായപ്പോൾ സന്ദീപ് വാര്യർ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഞാൻ ചോദിക്കട്ടെ, സന്ദീപ് വാര്യരാണോ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെ? ചാനൽ ചർച്ചകൾ അടക്കം വന്നിരുന്നു. രാഹുൽ പറഞ്ഞു ഈ ദിവസം സന്ദീപ് വാര്യർ പങ്കെടുത്തിട്ടുണ്ട്, സന്ദീപ് വാര്യർ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോഴേ ഇടച്ചു കയറി സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അതിന് അയാളുടെ പേരിൽ കേസ് എടുത്തോ. ഇനി എന്താ അയാളെ ബ്രാൻഡ് ചെയ്യാൻ പോകുന്നത്? എന്താ പീഡക കേസിൽ അവനെ സഹായിച്ച ആൾ എന്ന തരത്തിൽ അവിടെ ബ്രാൻഡ് ചെയ്യപ്പെടും. അപ്പൊ ഇതിലൊന്നും തകരുന്നതല്ല ഷാഫി പറമ്പിലിന്റെ പൂർണ്ണമായ അനുഗ്രഹത്തോട്. നോക്കൂ, ഒരു നേതാവ് മറ്റൊരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിൽ വന്ന് മത്സരിക്കുന്നു, ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കയ്യിലെടുക്കുന്നു. അയാൾ വടകരയിലേക്ക് മാറിപ്പോയിട്ടും പാലക്കാട് ജനത ഷാഫി ഇപ്പൊ എന്താ ചെയ്യുന്നത്? രാഹുലിന്റെ അഭാവം അവിടെ ഉണ്ട്. അതായത് കോൺഗ്രസ് MLA-യുടെ അഭാവം ഉള്ളപ്പോ ഷാഫിയുടെ വാഹന പ്രചരണം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്യൂ? K. മുരളീധരൻ അങ്ങ് വടകര വിട്ട് തിരുവനന്തപുരത്തോട്ട് പോയല്ലോ. വടകരയിൽ പോയിട്ട് അദ്ദേഹം പ്രവർത്തിക്കും? ഒരു നേതാവും പ്രവർത്തിക്കാൻ പോകുന്നില്ല. അവർ അവരുടെ കാര്യങ്ങളെ നോക്കത്തുള്ളൂ. മണ്ഡലം നോക്കുന്നുണ്ട്. വടകരയിൽ സ്ഥാനാർത്ഥികളില്ലേ, അവർക്ക് വേണ്ടി ഷാഫി ഇറങ്ങുന്നില്ലേ? അതേപോലെ തന്നെ പാലക്കാട് ഇറങ്ങുന്നു. കൈവിട്ട് പോകാൻ തയ്യാറല്ല. അപ്പൊ അടുത്തൊരാൾ അവിടെ ഷാഫി പറയുന്ന ആളെ ജയിക്കത്തുള്ളൂ. ഷാഫി പറയുന്ന ആളെ ജയിക്കത്തുള്ളൂ. അടൂർ പ്രകാശ് പോയപ്പോ അടൂർ പ്രകാശ് പറയുന്ന ആളെ മത്സരിപ്പിക്കാതെ വേറൊരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോ അനുഭവിച്ചായിരുന്നു. കോന്നിയിൽ തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പൊ സ്വാഭാവികമായി അപ്പോഴൊരു ചോദ്യമില്ലേ, ഈ കോൺഗ്രസ് ഇത്തരത്തിൽ വ്യക്തികേന്ദ്രമായ മൊണോപ്പൊളി അത് നിലനിൽക്കുന്നത് എവിടെയാണ്? വ്യക്തിഗതമായ മൊണോപ്പൊളി ഇപ്പൊ നമ്മൾ പറയുന്നത് ഷാഫി പറയുന്ന കാൻഡിഡേറ്റ് അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്ന മരുമകനെ മന്ത്രിയാക്കിയോ? ഷംസീർ അടക്കമുള്ള ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ അവിടെ MLA-മാരെ എക്സ്പീരിയൻസ്. അത് ഏത് രാഷ്ട്രീയത്തിലായാലും എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ട്. അത് ഞാൻ ചോദിക്കുന്നതല്ല. ഇത് ഇലക്ഷനാണ്, രാഷ്ട്രീയമാണ്. ഒരു ജനത്തിന്റെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അവൻ വെറുതെ ഉണ്ടായതൊന്നുമല്ല. അപ്പൊ അവൻ പറയുന്ന കുറച്ച് കേൾക്കണം. പണിയെടുത്തുണ്ടാക്കിയത് അവൻ പറയുന്ന കുറച്ച് കേൾക്കണം. അവൻ അവിടുത്തെ പൾസ് അറിയാം, ആ ജനങ്ങളുടെ ചിന്ത അറിയാം. അത് വെച്ചിട്ടാ പറയുന്നത് ഇന്നാളെ മത്സരിപ്പിക്കുക. ക്വാളിറ്റി ഇല്ലാത്തവരുത്തനെയാണോ മത്സരിപ്പിക്കാൻ പറയുന്നത്? രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തവരുത്തനെയാണോ പറയുന്നത്? പെയ്ഡ്മെന്റ് സീറ്റിലാണോ മത്സരിപ്പിക്കാൻ പറയുന്നത്? അല്ലല്ലോ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവനാണ് പാലക്കാട് സ്ഥാനാർത്ഥി, അവൻ പറഞ്ഞവനെ മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു. രാത്രിയിൽ ഇവന് കടുക്കാ വെള്ളം കൊടുക്കണോ വേണ്ടോ എന്ന് മാത്രമാണ് ഷാഫിക്ക് അറിയാതെ പോയത്. അപ്പോ അടുത്ത സ്ഥാനാർത്ഥിയെ ഷാഫി ചൂണ്ടിക്കാണിക്കും, ദാ ഇയാൾ. അപ്പൊ അത് ആദ്യമേ മുൻകൂട്ടി കണ്ടുകൊണ്ട് അയാൾക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ എന്തായാലും ഇതൊരു വൃത്തികെട്ട രാഷ്ട്രീയമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അരക്ഷിതാവസ്ഥയാണ്, 100% അരക്ഷിതാവസ്ഥയാണ്. മാധ്യമങ്ങൾ അതനുസരിച്ച് ഇതിന്റെ ഇടയിലൂടെ 1.25 കോടി രൂപയ്ക്ക് ഒരു കാർ മേടിച്ചിട്ടുണ്ട് CM. ഇതിന്റെ ഇടയിൽ കൂടെ വെൽഫെയർ ആയിരിക്കും അല്ലയോ? വെൽഫെയർ ആയിരിക്കും. ഓക്കെ, സന്തോഷം. എല്ലാവിധ ആശംസകളും.